കുന്നിൻ ചെരുവുകളിൽ കാട് അതിർത്തിയിലെ താഴ്വരയിലെ കൃഷിയിടങ്ങൾ ലക്ഷ്യമിട്ട് ഒരു വലിയ സൈന്യത്തെപ്പോലെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പന്നിക്കൂട്ടങ്ങൾ അവറ്റകളുടെ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതെ, അതുതന്നെ സംഭവിച്ചു. ഒരു മഴയുള്ള ദിവസത്തിൽ രാത്രി 1 മണിയോടെ കുന്നിൻ മുകളിൽ തമ്പടിച്ചിരുന്ന ആ വലിയ സൈന്യം കൃഷിയിടത്തിലേക്ക് ഇരച്ചിറങ്ങി ആക്രമണം അഴിച്ചുവിട്ടു. പിറ്റേന്ന് പുലർച്ചെ കൃഷിയിടങ്ങൾ പലതും നശിച്ചത് കണ്ട കർഷകർക്ക് അത് താങ്ങാനായില്ല. പിന്നീടുണ്ടായ സാമ്പത്തിക ബാധ്യതയിൽ അവർ നട്ടം തിരിഞ്ഞു. ചിലർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തവരുടെ ചിതകളിൽ എരിയുന്ന പുക മലയുടെ ചരിവുകളിലെ കാട്ടുപന്നികളെ ആവേശഭരിതരാക്കി. പന്നികളെ കൊല്ലണം, അതിനായി പടക്കങ്ങളും കെണികളും ഉപയോഗിക്കണം. അതിനായി അതിർത്തിയിലെ അവശേഷിക്കുന്ന കർഷകർ സംഘടിച്ചു. പക്ഷേ ആ വിവരം ഉൾനാടുകളിലെ ചില കർഷകരല്ലാത്ത ആളുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ചോർത്തിയതോടെ അവരിൽ ചിലർ അറസ്റ്റിലായി. അതേ തുടർന്ന് പലരും മൈനാഗമേടിന്റെ അതിർത്തിയിലെ കൃഷി ഉപേക്ഷിച്ച് ഉൾനാടുകളിലേക്ക് പിൻവലിഞ്ഞു. അതോടെ സർവശക്തരായ പന്നിക്കുട്ടം കാടുപേക്ഷിച്ച് മൈനാഗമേടിന്റെ അതിർത്തിയിലേക്ക് തമ്പടിച്ചു. ഇനി പതിയെ പതിയെ മൈനാഗമേടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കയറണം എന്നതായിരുന്നു പന്നിക്കൂട്ടത്തിന്റെ അടുത്ത ലക്ഷ്യം. ഇല്ലാതാകും. ഇതൊക്കെ വളരെ നാൾക്ക് മുൻപ് തന്നെ ആദ്യം മരണപ്പെട്ടുപോയ കർഷകൻ തന്റെ ഭാര്യയോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഓരോ ദിവസവും കർഷകരുടെ ആത്മഹത്യയും റോഡിൽ അപകടപ്പെടുന്നവരുടെ വാർത്തയും കേട്ട് ഉണരുന്ന അവർ മൈനാഗമേടിനെ രക്ഷിക്കാൻ ഒരു ദൈവം വരുമെന്ന് വെറുതെ വിശ്വസിച്ചു, സ്വയം ആശ്വസിച്ചിരുന്നു. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള പോര് തുടരുകയാണ്. അങ്ങനെ ഇരിക്കവേ ഒരു പറ്റം മൃഗങ്ങളായ കാട്ടുപന്നികൾ കാടിനകത്ത് കയറിയുള്ള മനുഷ്യവേട്ടയെ എതിർത്തു. അവർ മനുഷ്യരെ കൊണ്ട് തന്നെ നിയമങ്ങൾ എന്ന പേരിൽ ഉടമ്പടി ഉണ്ടാക്കി. കാട് അവർക്കും നാട് മനുഷ്യർക്കും. കാടിനകത്ത് കയറിയോ അല്ലാതെയോ മൃഗങ്ങളെ വേട്ട നടത്തിയാൽ മനുഷ്യനെ തന്നെ തടവിലിടണം. ഇതായിരുന്നു ഉടമ്പടി. എന്നാൽ ഉടമ്പടി പ്രകാരം വംശവർദ്ധനവ് നേടിയ അവർ വരം നേടിയ ഭസ്മാസുരനെ പോലെ അവസരം കിട്ടിയപ്പോൾ അതേ മനുഷ്യരുടെ നിയമം ഉപയോഗിച്ച് അവറ്റകൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരുടെ ജീവിതം തകർത്തു. അതോടെ ജീവിതമില്ലാതായ മനുഷ്യർ സ്വയം ഇല്ലാതായി തുടങ്ങി. പക്ഷേ കാട്ടുപന്നി കൂട്ടത്തിന് അറിയാത്തൊരു കഥയുണ്ട്. ഈ പറയപ്പെടുന്ന ഭസ്മാസുരന് വരം നൽകിയ ദൈവത്തെ ആടിയും പാടിയും ആരാധിച്ചും സൃഷ്ടിച്ചത് മനുഷ്യനാണ്. മനുഷ്യരിൽ നിയമങ്ങളിൽ വിധേയപ്പെട്ടും ജീവിക്കുന്നവരും വിധേയപ്പെടാത്തവരെയും മാത്രമാണ് പന്നിക്കൂട്ടങ്ങൾ കണക്ക് കൂട്ടിയതെങ്കിൽ അവർക്ക് തെറ്റി. ഇനിയും ഒരു കൂട്ടരുണ്ട്. നിയമങ്ങളെ അനുസരിക്കുന്നത് പോലെ അഭിനയിച്ച് നിയമങ്ങളെ ബഹിഷ്കരിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യുന്നവർ. അക്കൂട്ടരെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ഉഡായിപ്പുകൾ എന്ന്. ഇനി അത്തരത്തിൽ ഒരുവന്റെ വരവാണ് തെയ്യക്കോലങ്ങളിലെ പൊട്ടൻ ദൈവത്തെ പോലെ ഒരുവന്റെ വരവ്.